നമസ്കാരം, സമീറാണ്. ഞാനിപ്പോൾ ഒരു വീഡിയോയിലേക്ക് വന്നിട്ടുള്ളത് ഒരുപാട് അപ്ഡേഷൻസ് കമ്പനി ഓർഡറിംഗ് ഓപ്ഷനിൽ കൊണ്ടുവന്നത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണുന്ന കമ്പനിയുടെ വെബ്സൈറ്റിൽ നമ്മളൊരാൾക്ക് പ്രോഡക്റ്റുകൾ ഓർഡർ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ID അടിച്ചതിന് ശേഷം യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് അത് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തതിന് ശേഷം ആൾക്ക് എന്തൊക്കെയാണോ പ്രോഡക്റ്റുകൾ വേണ്ടത് അത് നമുക്കത് ചൂസ് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ഒരു കസ്റ്റമറുടെ ID അടിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒരു 5 കിറ്റാണെന്ന് കരുതുക. ഈ 5 കിറ്റ് നമുക്കറിയാം, സ്വാഭാവികമായിട്ടും നോവ കിറ്റ് നമ്മൾ ഓഫർ പ്രോഡക്റ്റിലാണ് ഉണ്ടാവുക. അതിൽ കയറിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, 5 കിറ്റ് ചൂസ് ചെയ്യാണ്. 5 കിറ്റ് ചൂസ് ചെയ്തു. ഈ ആഡ് കാർട്ടിൽ കൊടുത്ത സാധനം നമുക്ക് ഈ കാർട്ടിൽ കാണാം. ഇവിടെ കാർട്ടിൽ നോവോ കിറ്റ് 2026 5 കിറ്റ് 10,130 രൂപയാണ് അതിന് ടോട്ടൽ എമൗണ്ട് വരുന്നത്. 250 പോയിന്റ് ആണ് അതിന് നമുക്ക് ലഭിക്കുന്നത്. സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് ഓപ്ഷൻ നമുക്ക് കാണാം. ഇവിടെ യുവർ കാർട്ട് ഐറ്റം 1 നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് ചെക്കൗട്ടാണ്. നമ്മൾ ചെക്കൗട്ട് കൊടുത്തു. ചെക്കൗട്ട് കൊടുത്തപ്പോൾ ഇതിൽ ഓൾറെഡി നമുക്ക് അഡ്രസ്സ് ഉണ്ടെങ്കിൽ ആ അഡ്രസ്സ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ഇനി നിലവിലെ അഡ്രസ്സ് ആദ്യമായിട്ട് ID അടിച്ച ഒരു കസ്റ്റമർ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യാണ്ട്. ഇതിൽ സ്റ്റെപ്പ് 1 സെലക്ട് ഡെലിവറി അഡ്രസ്, ആഡ് ന്യൂ അഡ്രസ്. അപ്പം പുതിയൊരു കസ്റ്റമറാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഇപ്പോൾ ഇത് എൻ്റെ ഞാൻ തൽക്കാലം ഒന്ന് ചെയ്ത് കാണിക്കുകയാണ്. നിലവിൽ വീട്ടുപേരടിക്കുന്നു. നമ്മുടെ പിൻകോഡ് വളരെ കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. വളരെ കൃത്യമായിരിക്കണം നമ്മൾ പിൻകോഡ് കൊടുക്കുന്നത്. ആ പിൻകോഡ് കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ പോസ്റ്റൽ ഏരിയ ലൊക്കേഷൻ വരും. ആ പോസ്റ്റൽ ഏരിയ നമുക്ക് ചൂസ് ചെയ്യാം. ഈ പോസ്റ്റൽ ഏരിയ വരുന്നില്ല എങ്കിൽ നമ്മുടെ പോസ്റ്റൽ ഏരിയ ഏതാണോ അത് നമുക്കവിടെ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പോസ്റ്റൽ ഏരിയ ഓട്ടോമാറ്റിക്കലി വരുന്നതാണെങ്കിൽ ഡിസ്ട്രിക്ട് വന്നിട്ടുണ്ടാവും. ഇനി പോസ്റ്റൽ ഏരിയ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതാണെങ്കിൽ ഡിസ്ട്രിക്ട് കൂടെ അവിടെ കണക്ട് ചെയ്യുക. അതിനുശേഷം പുതുതായിട്ട് കമ്പനിയുടെ ഓർഡറിംഗ് സെക്ഷൻ വന്ന ആദ്യത്തെ അപ്ഡേഷൻ പിൻ ഡെലിവറി ലൊക്കേഷൻ സെലക്ട് ചെയ്യാനാണ്. നിങ്ങൾക്ക് ഏത് ഡെലിവറിയിലേക്കാണോ നിങ്ങൾ കൊടുത്ത പിൻകോഡ്, ഏത് ഡെലിവറിയിലേക്കാണോ ലൊക്കേഷൻ വരുന്നത്, ആ പിൻ ഒന്നുകൂടെ നമ്മളിവിടെ സെലക്ട് ചെയ്യണു. ഞാനത് 67310 ഒന്നുകൂടെ സെലക്ട് ചെയ്തു. ഇവിടെ എനിക്ക് 2 ഓപ്ഷൻ വന്നു. അതിൽ ആദ്യത്തെയാണ് എൻ്റെ ഡെലിവറി ലൊക്കേഷൻ വരുന്നത്. ഈ ഡെലിവറി ലൊക്കേഷൻ ഇത് കൃത്യമായിട്ട് വന്നു. എൻ്റെ വീട് നിൽക്കുന്ന കറണ്ട് ലൊക്കേഷൻ ഓൾറെഡി എന്ത് ചെയ്തു, അതിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാനിത് ആഡ് കൊടുക്കുന്നു. ഈ ആഡ് കൊടുക്കുന്നതിന് ശേഷം സ്റ്റെപ്പ് 2 ഇതിൽ 3 ഓപ്ഷനാണ് കാണിക്കണത്. ഒന്ന് ടേക്ക് അവേ ഫ്രം DDH പർച്ചേസ് കമ്പനി ഹോം ഡെലിവറി. ഇപ്പോൾ ടേക്ക് അവേ ഫ്രം DDH എന്ന് പറഞ്ഞാൽ ചില ആളുകൾ DDH എടുത്ത് വെച്ചിട്ട് അവരിടുന്ന പ്രോഡക്റ്റ് കൊടുത്തുകൊണ്ട് അവർ ID ആക്ടിവേഷൻ ആക്കുന്ന ഓപ്ഷനാണ്. അതാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. ഇനി അതല്ല, നമ്മളിപ്പോൾ DDH പർച്ചേസ് ആണ്. DDH പർച്ചേസ് ആണെങ്കിലും കമ്പനി ഹോം ഡെലിവറി ആണെങ്കിൽ ഇനിയിപ്പോൾ അതിൽ 250 PV താഴെയാണെങ്കിൽ DDH പർച്ചേസ് എന്നുള്ള കാണിക്കില്ല, കമ്പനി ഹോം ഡെലിവറി എന്ന് മാത്രമേ കാണിക്കുള്ളൂ. ഞാൻ DDH പർച്ചേസ് എന്നുള്ള സെക്കൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം മൂന്നാമതായിട്ട് കമ്പനി എന്നോട് ചോദിക്കുന്ന ചോദ്യം, ഹൗ വിൽ യു പേ, നിങ്ങൾ എങ്ങനെയാണ് ക്യാഷ് നൽകുന്നത്, ക്യാഷ് ഓൺ ഡെലിവറി ആണോ? അങ്ങനെയെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി എന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി അതല്ല, പെയ്ഡ് ഓർഡർ ആണോ, അതായത് ഓൾറെഡി നമ്മൾ പെയ്ഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയെങ്കിൽ ആ പെയ്ഡ് ഓർഡർ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഈ പെയ്ഡ് ഓർഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചൂസ് ഫയൽ എന്ന് കാണാം. നമ്മൾ കമ്പനിയിലേക്ക് അയച്ച എമൗണ്ടിൻ്റെ ആ സ്ക്രീൻഷോട്ട് ഇവിടെ വിത്ത് റെഫറൽ ID, അതായത് റെഫറൽ ID എന്ന് പറയുന്നത് നിലവിൽ നമ്മളിപ്പം ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് അയച്ചു, ഈ അതിലൊരു UPI ID ഉണ്ടാവും, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, അതുൾപ്പെടെ കാണുന്ന സ്ക്രീൻഷോട്ട് ആയിരിക്കണം ഇവിടെ വെക്കേണ്ടത്. ഇപ്പം ഞാനിപ്പോൾ തൽക്കാലം ഒരു ഫയൽ ചൂസ് ചെയ്യുന്നു. ഈ ഫയൽ ചൂസ് ചെയ്തിട്ടു. പിന്നീട് എന്നോട് 4ാമതായിട്ട് കമ്പനി ചോദിക്കുന്നത് വെൻ ഷുഡ് ബി ഡെലിവർ, അതായത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഡെലിവറി, എപ്പോഴാണ് ഡെലിവറി വേണ്ടത് എന്ന രീതിയിലാണ്. ഒന്നുകിൽ എന്ത് ചെയ്യാം, നിങ്ങൾ പറയാണ് ഒരു 2-3 ആഴ്ചകൾ കഴിഞ്ഞിട്ട് മതി, അങ്ങനെയാണെങ്കിൽ ലേറ്റർ എന്ന് കൊടുക്കാം. ലേറ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഡേറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇനി അതല്ല, നോർമൽ ഡെലിവറി, നമുക്കറിയാം നോർമൽ ഡെലിവറി കമ്പനിയുടെ മാക്സിമം 10 വർക്കിംഗ് ഡേയ്സ് ആണ്. ആ വർക്കിംഗ് ഡേയ്സ് കൊണ്ട് നമുക്ക് കണക്ട് ചെയ്യും. ഇപ്പം ഞാൻ നോർമൽ ഡെലിവറി ക്ലിക്ക് ചെയ്തു. ഈ നോർമൽ ഡെലിവറി ക്ലിക്ക് ചെയ്തതോടുകൂടെ സ്റ്റെപ്പ് 5 നമ്മുടെ പേജ് പോവാണ്. അതിൽ നമുക്ക് നമ്മുടെ ഓർഡറിൻ്റെ റിവ്യൂ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ എന്തെങ്കിലും അഡ്രസ്സ് തെറ്റിപ്പോയെന്നൊക്കെ അവിടെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ബൈ ചെയ്തത് എങ്ങനെയാണെന്ന് ഓപ്ഷൻ ഉണ്ട്. പേയ്മെൻറ്റ് കൊടുത്തത് എങ്ങനെയാണെന്ന് ഡെലിവറി ഡീറ്റെയിൽസും ഇതൊക്കെ കാണിച്ച് ഈ പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ ഓർഡർ പൂർത്തീകരിക്കപ്പെടുകയാണ്. അതായത് കുറച്ചുകൂടെ വൈഡാക്കിക്കൊണ്ട് നമ്മുടെ ഡെലിവറി സെക്ഷൻ വളരെ ഫാസ്റ്റ് ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ കമ്പനി വെബ്സൈറ്റിൽ ഒരുപാട് അപ്ഡേഷൻസ് നമുക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ ഉപയോഗപ്പെടുത്തുക. പരമാവധി ഫുൾ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ സ്ലിപ്പ് അപ്ലോഡ് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട പ്രോഡക്റ്റുകൾ വളരെ കൃത്യമായിട്ട് സെലക്ട് ചെയ്യാനും ശ്രദ്ധിക്കുക. താങ്ക്